അപ്പോൾ രാജേഷേട്ടാ ഇന്ന് രസായി ഫുഡ്സ് ഇഡ്ഡലി ദോശ ബാറ്റർ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ചപ്പാത്തി ചെയ്യുന്നുണ്ട്, അപ്പം കൂടി പുട്ടുകൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ രാജേഷേട്ടൻ ഇത് തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷമാകുന്നു. ബിസിനസ് തുടങ്ങിയപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി, മിഷനറി വാങ്ങുമ്പോൾ പ്രശ്നങ്ങളുണ്ടായി, പ്രൊഡക്ഷൻ സമയത്ത് കോവിഡ് കാരണം പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഫേസ് ചെയ്ത ആൾക്കാരായിരിക്കാം നമ്മുടെ ഈ സംരംഭം ഇതിലുള്ളത്. പറയൂ, ഇത് തുടങ്ങിയപ്പോൾ മുതലുള്ള കാര്യങ്ങൾ. തുടക്കത്തിൽ തന്നെ ലൈസൻസിൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കറക്റ്റായ ശേഷം നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴേക്കും ചപ്പാത്തി മെഷീൻ കറക്റ്റായി വർക്ക് ചെയ്യുന്നില്ല, സൈസൊന്നും കറക്റ്റായി വരുന്നില്ല. അങ്ങനെ അതിൻ്റെ ഒരു പ്രശ്നങ്ങളെല്ലാം കാരണം അതവിടെ പെൻഡിങ്ങിൽ വെച്ചു. ഇഡ്ഡലി ദോശ ബാറ്റർ സ്റ്റാർട്ട് ചെയ്തു. അത് ഫുള്ളി ഓട്ടോമാറ്റിക്കായി ചെയ്യുന്ന രീതിയിൽ തന്നെ മെഷീനറിയെല്ലാം വാങ്ങിച്ച് അത് സ്റ്റാർട്ട് ചെയ്തു. നല്ല മാർക്കറ്റിൽ മൂവ് ആവാൻ തുടങ്ങുന്ന സമയത്താണ് കൊറോണ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ കൊറോണ വന്ന സമയത്ത് നമ്മൾക്ക് ഇതിന് 7 ദിവസമല്ലേ ഇതിൻ്റെ ഒരു ഡേറ്റ്. അതുകൊണ്ട് നമ്മൾക്കത് മാർക്കറ്റിൽ കൊണ്ടുവച്ചാൽ പെട്ടെന്ന് ഈ കൊറോണ വന്ന് കടകളിൽ അടച്ചിടുന്നതുകൊണ്ട് എല്ലാം റിട്ടേൺ വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കസ്റ്റമർക്ക് ഡയറക്റ്റ് തന്നെ ഡെലിവറി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരുവിധം പിടിച്ചു നിന്നു ആ സമയത്ത്. അപ്പോൾ നമ്മൾക്ക് തോന്നി ഇനി നമ്മൾക്ക് ലൈഫ് കൂടുതൽ ഉള്ള ഒരു സാധനങ്ങളിലേക്ക് മാറാം. ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ച് പുട്ടുപൊടിയിലേക്ക് സ്റ്റീം പുട്ടുപൊടി. ഇത് കാണുന്ന പ്രേക്ഷകരുടെ അടുത്ത് അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടി ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ഏതെങ്കിലും സ്റ്റേജിലായിരിക്കും. ചിലവർ ഇപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിരിക്കും, ചിലർ സെയിലില്ലാത്ത സ്റ്റേജിലായിരിക്കും, ചിലവർ ഇതുപോലെ മിഷനറികൾക്ക് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്ന സ്റ്റേജിലായിരിക്കും. അപ്പോൾ ഇവരോട് എന്താണ് പറയാനുള്ളത്? ഇതിൽ തളർന്നു പോകാൻ പാടുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇതിന് ചെയ്യേണ്ടത്? അവർ പ്രതിസന്ധി വരും എന്തായാലും, അപ്പോൾ തളരാൻ പാടില്ല തന്നെ പറയുന്നത്. എന്ത് പ്രതിസന്ധി വന്നാലും മുന്നോട്ട് ആ രീതിയിലാണ് നമ്മൾ ചിന്തിച്ചത്. അതിന്റെ ഗുണങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നോ? അതിന്റെ ഗുണം ഉണ്ടായി. അതിന്റെ ഗുണം കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു ആഡ് ചെയ്യണമെന്ന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഒരാളെ കണ്ടെത്തണം. അപ്പം ഞാൻ വൈഫോട് പറഞ്ഞു, നീ എന്നെ ഇതിലൊന്ന് ശ്രമം നടത്ത്, നന്നായി വരുന്നോ എന്ന് നോക്കാമെന്ന് ഒരു താല്പര്യം ഞാൻ പറയുമ്പോൾ അവൾ കാണിക്കുകയും ചെയ്തു. അതെ, അപ്പോൾ വൈഫ് തന്നെയാണ് ഈ ആഡിൽ നിൽക്കണേ, വേറെ ആരും അല്ല. അപ്പോൾ അത് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാന്റ് മൊത്തത്തിലൊന്ന് കാണാം. രാജേഷേട്ടൻ ഇപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമുക്ക് എന്തൊക്കെ മിഷനറീസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ റൈസ് ഫുഡിന്റെ അല്ലേ? ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ. ഇതെന്റെ അച്ഛന്റെ ചേച്ചിയുടെ മക്കളാണ്. അപ്പൊ നമ്മുടെ ബന്ധുക്കാർ തന്നെയാണ് പ്രൊഡക്ഷനിൽ നിൽക്കണേ, പുറത്തുനിന്ന് ആരും വിളിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇവിടുന്ന് രാജേഷേട്ടൻ നമ്മുടെ ഇഡ്ഡലി ദോശ ബാറ്റർ ആദ്യത്തെ സംരംഭം വളരെ നീറ്റായിട്ട് തന്നെ ചേട്ടൻ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഫാനിട്ടാലും മുടി പാറുന്നില്ലൊരു കണ്ടീഷൻ, മാവിലൊന്നും വീണുകൊണ്ടാണ് AC വെച്ച് കൊടുത്തല്ലേ? ഓക്കെ. അപ്പൊ ഇത് പാക്കിംഗ് യൂണിറ്റ് അല്ലേ? നമ്മൾ പ്രോസസ് ചെയ്യുന്നത് അപ്പുറത്താണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഇവിടുന്ന് പ്രോസസ്സിങ് ഇവിടെ നോക്കിയാൽ കാണാം. നമുക്ക് അതിനുള്ള IRG ഉണ്ട്, പിന്നെ നമ്മുടെ ഉഴുന്നരയ്ക്കുന്ന മെഷീൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് കിട്ടണ മാവ് നമ്മൾ ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുക. അവിടെ നേരെ പാക്കിങ്ങിലേക്ക് വരും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ റൈസ് പൗഡറിന്റെ പാക്കിംഗ് സെക്ഷൻ വരണേ. അപ്പോൾ ഒരു പാക്കിംഗ് മെഷീൻ ഉണ്ട്, അതേപോലെ തന്നെ ഷിഫ്റ്റർ ഉണ്ട്. സ്റ്റീമർ എത്ര കപ്പാസിറ്റിയാണ്? 100. മുമ്പ് ഈ 100 കപ്പാസിറ്റി 150 കിലോ. ഇപ്പോൾ ഈ 150 കിലോ പൊടിച്ചിട്ട് ഇതിൽ തന്നെയാണോ വർക്കാറ്? ഇതില് അപ്പോൾ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. പിന്നെ ഗ്യാസിന് വില കൂടിയ സമയത്ത് ചെലവ് കൂടുന്നത് കൊണ്ട് നമ്മൾ സാറാസിലേക്ക് വിളിച്ചിട്ട് അതെ പിന്നെയാണ് നമ്മുടെ ഇലക്ട്രിക് റോസ്റ്റർ വന്നിട്ടുള്ളത്. ഇപ്പൊ രാജേഷേട്ടനെ സംബന്ധിച്ച് അപ്പൊ പുതിയൊരു മൂന്നാമതൊരു ബിസിനസ് തുടങ്ങിയപ്പോഴും അതിൽ ഇങ്ങനത്തെ കുഞ്ഞു ഗ്യാസിന്റെ വിലക്കയറ്റം കാര്യങ്ങള് അതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അത് വന്നപ്പോൾ അതിനുള്ള അടുത്ത എന്താണോ ഓപ്ഷൻ ഉള്ളത് അത് നോക്കി. അത് കഴിഞ്ഞിട്ട് റോസ്റ്റിംഗ് ഇപ്പൊ പുട്ടുപൊടിക്ക് പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ട് രാജേഷേട്ടന്. സാധാരണയിൽ വിട്ട് ഇവിടെ ചേട്ടൻ മാത്രം നല്ല രീതിയിൽ ചെയ്ത് എല്ലായിടത്തേക്കും കൊടുക്കുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് കാര്യമായിട്ട്. എത്ര നേരം തണുപ്പിക്കും രാജേഷേട്ടാ? ഇതൊരു 1 മണിക്കൂർ. നമ്മൾ ആദ്യം കുഴക്കണ മെഷീനല്ലേ, മാവ് കുഴക്കണ മെഷീൻ. മാവ് കുഴച്ച ശേഷം പിന്നെ നമ്മൾ നേരെ ചപ്പാത്തി മെഷീൻ. ഇതിനും ഒരു എയർ കണ്ടീഷനിങ് ഒക്കെ വെച്ചിട്ട് ഹൈജീനിക് ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഈ ബിസിനസ്സും ഇനി നന്നായി വരട്ടെ. അപ്പോൾ ഇത്രയും പ്രതിസന്ധികൾ മുമ്പിൽ ഉണ്ടായിട്ടും അതൊക്കെ തരണം ചെയ്ത് ചേട്ടൻ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം കേട്ടപ്പോൾ എനിക്കും വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് നമ്മുടെ വീഡിയോസ് എടുത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തിയത്. അതുകൊണ്ടാണ് കാസർഗോഡ് വരെ പെട്ടെന്ന് തന്നെ വന്നത്.
അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മുടെ പ്രേക്ഷകരായാലും അപ്പോൾ ഇത്രയും പ്രതിസന്ധികൾ നിങ്ങൾക്ക് ഏത് സ്റ്റേജിൽ വന്നാലും അതിന് എന്താണോ അടുത്തത് ചെയ്യാൻ പറ്റുക അത് ചെയ്ത് രാജേഷേട്ടനെ പോലെ തന്നെ നല്ല രീതിയിൽ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അപ്പോൾ രസായി ഫുഡ്സിന്റെ ഇനി നമുക്ക് പ്രൊഡക്ട്സ് ഏതൊക്കെയാന്ന് നോക്കാം. എന്തൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്? ഇത് രസായിന്റെ സ്റ്റീം പുട്ടുപൊടി, പിന്നെ ഇഡ്ലി ദോശമാവ്, പിന്നെ ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി. ഇപ്പൊ ഇത് മെയിനായിട്ട് എവിടെയൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? കാസർഗോഡ് ടൗണിലെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലും എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. ആമസോണിൽ ഓൾ ഇന്ത്യ നമുക്ക് കിട്ടും. അപ്പം പൊടി പത്തിരിപ്പൊടിയും കൂടി ഉണ്ട്. അപ്പോൾ ഓക്കെ രാജേഷേട്ടാ, വീണ്ടും എല്ലാവിധ ആശംസകളും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. താങ്ക് യു. ഗൾഫിലായിരുന്നു പറഞ്ഞു, അത് കാരണം ഞാൻ ഒന്നും കൂടിയും ക്യാമറ എടുത്ത് വന്നത്. എന്തായിരുന്നു അവിടെ ഗൾഫിൽ ചെയ്യേണ്ടായിരുന്നത്? എവിടെ ചേട്ടനോ? ഫുഡിന്റെ കമ്പനിയിൽ തന്നെ. അപ്പൊ ഈ ഒരു ആവശ്യത്തിന് രാജേഷേട്ടനെ വിളിച്ചപ്പോൾ വന്നതാണോ? അങ്ങനെയാണോ? ഇവിടെ ഇപ്പൊ സന്തോഷമാണോ? അപ്പോൾ ഇവിടെ കുടുംബക്കാരുടെ കൂടെ എൻ്റെ നാട്ടിൽ സന്തോഷമായിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു സംരംഭം കൊണ്ട് ഇത്രയും സന്തോഷങ്ങളൊക്കെ ഉണ്ടാവുന്നു. ഇത് കാരണം എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അത് കാരണം ഞാൻ വീണ്ടും ഒന്ന് കാണണം എടുക്കണം എന്ന് പറഞ്ഞ് വന്നതാണ്.